കൂന്തലും മുരിങ്ങാക്കോലും വെച്ച് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി കൂന്തൽ കിട്ടുമ്പോൾ. അപ്പോൾ എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് ആദ്യം തന്നെ വേണ്ടത് മുരിങ്ങാക്കോലാണ്. അപ്പോൾ ഞാനിവിടെ 2 മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 2ഓ 3ഓ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മുരിങ്ങാക്കോലിനെ ഒന്ന് നടുക്കുന്നൊന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ ഒന്ന് നടുക്ക് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫ്ലഷ് ഉണ്ടല്ലോ, അത് മുഴുവൻ സ്പൂൺ വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി, എളുപ്പത്തിൽ കിട്ടും, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അത് മുഴുവനായിട്ടും നമുക്കെടുത്ത് മാറ്റാം. ഇങ്ങനെ ഇടുന്ന സമയത്ത് ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെയും നമുക്ക് ഇതേപോലെ തന്നെ എടുക്കാം കേട്ടോ. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഞാനിതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വയ്ക്കുക. അതിനകത്തോട്ട് ഞാൻ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 10-12 ചെറിയുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 2 ചെറിയ പീസ് കുടംപുളി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വഴറ്റിയെടുക്കണ്ട, ഒന്ന് കടിക്കുന്ന പരുവൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കൂന്തൽ കട്ട് ചെയ്താണ് ചേർക്കുന്നത്. ഏകദേശം കൂന്തലിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഒരു 1/2 കപ്പ് ഉണ്ടാവും. കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എരിവ് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം 10-12 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മുരിങ്ങയുടെ ആ ഒരു ഫ്ലഷ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു പിടി തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു തോരനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുക. നല്ല ഹെൽത്തിയും കൂടിയാണ്, മുരിങ്ങാക്കോലൊക്കെ വരുന്നതുകൊണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ആ ഒരു മുരിങ്ങാക്കോലും കൂടെ ഒന്ന് വേവുന്ന അത്രയും പാകത്തിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കൂന്തലായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇത് വേവിച്ചെടുക്കരുത്, അപ്പോൾ ഒരു റബ്ബർ പോലെ ആവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം, ഒരു 4-5 മിനിറ്റും കൂടെ. ഇപ്പോൾ ഇതിവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് കുറച്ചൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ പുളിയും എല്ലാം കൂടി ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാണെങ്കിൽ ധ്യാൻസ് കണ്ണൂർ സബ്സ്ക്രൈബ് ചെയ്യാം. അഥവാ ഫേസ്ബുക്കിലെ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.